അങ്ങനെ ഞങ്ങൾ പൊന്നൂനെയും കൊണ്ട് ഈറോഡിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള യാത്രയിലാണ്. ഇപ്പോൾ ചെറിയ ചേച്ചിയുണ്ട്, വലിയ ചേച്ചിയും പിന്നെ പൊന്നും ഞാനും കൂടിയാണ് കേട്ടോ പോണത്. അപ്പോൾ ഞങ്ങളൊരു ഓട്ടോ കാത്ത് നിൽക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓട്ടോ ഒക്കെ കയറി ബസ്സൊക്കെ കയറി തിരൂരിലേക്ക് എത്തിയിട്ടുണ്ട്. തിരൂർ റെയിൽവേ സ്റ്റേഷനിലാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ അവിടെ എത്തിയതിന് ശേഷം ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഏതായാലും ട്രെയിനിൽ കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചോറൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ കയ്യിൽ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ചായ അതേപോലെ എന്തെങ്കിലും പൊരിക്കടിയൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങൾക്കുള്ള ചായക്കടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നല്ല അടിപൊളി ചായ ആയിരുന്നു കേട്ടോ. തിരൂർ ബസ് സ്റ്റാൻഡിൽ വേഗം ഇറങ്ങിയാൽ അപ്പം തന്നെ അവിടെ കയറിയതായിരുന്നു കേട്ടോ. അവിടുത്തെ ആ ഹോട്ടലിൽ വലിയൊരു ഹോട്ടലായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പഴംപൊരി ആയിരുന്നു എടുത്തത്. അപ്പോൾ ചെറിയ ചേച്ചിയൊക്കെ വടയൊക്കെ ആയിരുന്നു കേട്ടോ എടുത്തിരുന്നത്. അപ്പോൾ ഞങ്ങളതൊക്കെ ആറ്റിയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചായ. എനിക്കെന്താണെന്ന് വെച്ചാൽ കുറച്ച് ദിവസമായിട്ട് ഞാൻ യൂട്യൂബിൽ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ ഇടാൻ കുറച്ചൊരു ടൈം എടുത്തതുകൊണ്ട് എനിക്ക് പറയുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ട്രെയിനിൽ ഞങ്ങൾ യാത്ര തിരിച്ചു. നല്ല കാഴ്ചകളായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറച്ച് സമയമൊക്കെ ഉറങ്ങലും കുറച്ചധികം വൈകിട്ടാണല്ലോ ഈറോഡ് എത്തുന്നത്. അതുവരെ നമ്മൾ ട്രെയിനിലായിരുന്നല്ലോ. അപ്പോൾ കുറച്ചധികം സമയമെടുത്ത കാരണം കൊണ്ട് നമുക്കാണെങ്കിൽ കൂടുതൽ സീറ്റിൽ കിടക്കാനൊന്നുള്ള സീറ്റൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല, ഇരിക്കാനൊക്കെ ഉള്ളത്. അപ്പോൾ പുറത്തുള്ള കാഴ്ചകളും അതൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിരുന്നു. പാലക്കാടേക്ക് എത്തുമ്പോൾ നമ്മൾ ഏകദേശം കാണുന്നതൊക്കെ നല്ല കൃഷി സ്ഥലങ്ങളും അങ്ങനെ കൃഷി സ്ഥലങ്ങളും നല്ല പച്ചപ്പ് പിടിച്ചിട്ട് കൃഷി സ്ഥലങ്ങളൊക്കെ നന്നായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ യാത്രകൾ അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ടോ ഞാൻ മുടിയൊക്കെ നന്നായിട്ട് പാറിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളിങ്ങനെ യാത്രകളൊക്കെ പോകുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് എൻജോയ്മെൻറ്റ് ചെയ്തിട്ട് പോകുക എന്നുള്ള ആ ഒരു തരത്തിലാണ് കേട്ടോ ഞങ്ങളൊക്കെ ചിന്തിക്കാറുള്ളത്. കൂടുതലും എന്താണെന്ന് വെച്ചാൽ എനിക്കധികം ട്രെയിനിലാവുമ്പോൾ കൂടുതൽ ഇഷ്ടമാണ് യാത്രയൊക്കെ. ട്രെയിനിലുള്ള യാത്രയൊക്കെ പോകുമ്പോൾ ഒരു വൈബാണ്. എനിക്ക് ബസ് യാത്ര ഒന്നും അത്ര ഇഷ്ടമുള്ള ആളല്ല കേട്ടോ. ബസ്സിലൊക്കെ കയറിയാൽ എനിക്ക് അധികം അങ്ങനെ ഒരു സുഖം കിട്ടില്ല. ട്രെയിനിലാവുമ്പോൾ പിന്നെ ഒരു വൈബാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള യാത്രയാണ് ട്രെയിനിൽ യാത്ര. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു രാത്രി ഒരു 7 മണിയോട് കൂടിയിട്ടാണ്, 7 മണി ആവാറായിട്ടുണ്ടായിരിക്കും നമ്മളവിടെ ഈറോഡ് എത്തുന്ന സമയത്ത് കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് നടക്കുകയാണ്. അപ്പം ഭയങ്കര ഒരു കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. അവിടുത്തെ ടൗണും അതൊക്കെ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. പക്ഷേ അവിടുത്തെ ഫുഡ് ഉണ്ടല്ലോ, ഫുഡ് എന്ന് പറയുമ്പോൾ ഉള്ളിദോശ അതേപോലെ വേറെ മസാല ദോശയൊക്കെ ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം ഞങ്ങൾ അതൊക്കെ ഒന്ന് കഴിക്കാനിരുന്നു കേട്ടോ. അത് കഴിക്കാനിരുന്നപ്പോൾ എന്തായാലും ഞാൻ പൊന്നുമാണ് മസാല ദോശ ഞങ്ങൾക്കൊന്ന് മതി എന്ന് പറഞ്ഞു. കാരണം കൂടുതൽ കഴിക്കാൻ കഴിയുമെന്ന് തോന്നിയില്ല. അതുകൊണ്ട് ഒന്നാമത് എനിക്ക് ഇങ്ങനെ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ ഫുഡിനോട് വലിയ താല്പര്യമില്ല കേട്ടോ. നമ്മൾ കൊണ്ടുപോയാൽ അത്രയും നല്ലതെന്ന് വിചാരിക്കുകയാണ്. പക്ഷെ നമുക്കങ്ങനെ പറ്റില്ലല്ലോ. ഫുള്ള് നമ്മളൊരു ദിവസമൊക്കെ 2 ദിവസം നിൽക്കാൻ പോകുമ്പോൾ നമുക്കൊരിക്കലും അങ്ങനെ കൂടുതൽ നമുക്ക് കഴിച്ച് പോകാനൊന്നും പറ്റില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോ ഭാഗത്തേക്ക് പൊന്നൂനെ പിന്നെ അവിടെ വന്നിട്ട് പൊന്നൂൻ്റെ കൂട്ടുകാരനാണ് കേട്ടോ കൊണ്ടുപോയത്. അപ്പോൾ അതുവരെ ഞങ്ങൾ അവിടെയൊക്കെ ഒരു ജ്യൂസിൻ്റെ കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. പലതരം ജ്യൂസുകളുള്ളത്. ഒരു കാര്യം പറയാം കേട്ടോ, ഇവിടുത്തെ ജ്യൂസുകളുണ്ടല്ലോ അടിപൊളിയായിരുന്നു. നൊങ്ക് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ആ നൊങ്കിൻ്റെ ജ്യൂസായിരുന്നു ആദ്യം. ഞാനാണ് മേടിച്ചതെങ്കിലും ഞാനാണ് ആ സംഗതി പറഞ്ഞതെങ്കിലും കുടിക്കുന്നത് വേറെ ആൾക്കാരാട്ടോ. പിന്നെ എനിക്ക് ആ സംഗതി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അവർ എന്താണെന്ന് വെച്ചാൽ ചെറിയ ചേച്ചിക്ക് വല്ലാതെ മധുരം പറ്റാത്തതിനെ കൊണ്ട് അവളത് എടുത്ത് കഴിച്ചു. പിന്നെ ചേച്ചി ഉണ്ടല്ലോ, ചേച്ചി ഓറഞ്ച് ജ്യൂസാണെന്ന് തോന്നുന്നു. ഞാനിപ്പോൾ ഏത് ജ്യൂസ് കുടിച്ചതെന്ന് എനിക്ക് ഓർമ്മ തന്നെ കിട്ടുന്നില്ല കേട്ടോ. പക്ഷെ നല്ല അടിപൊളിയായിരുന്നു. പൈനാപ്പിൾ ജ്യൂസാണ് കേട്ടോ കുടിച്ചത്. നല്ല അടിപൊളി ജ്യൂസായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ജ്യൂസൊക്കെ കഴിച്ചിട്ട് അവിടെ ഭയങ്കര മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുവരെ പൊന്നൂനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പൊന്നൂൻ്റെ കോളേജിലുള്ളൊരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനും ഞങ്ങളും കൂടി അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. എന്താ മഴ! ഞങ്ങൾക്കാണെങ്കിൽ ഒരു കുട, ചെറിയ ചേച്ചി പിന്നെ ഒരു യാത്രയൊക്കെ ചെയ്യുമ്പോൾ കൂടുതൽ കയ്യിൽ ഇങ്ങനത്തെ ഒക്കെ ഓരോന്ന് കരുതിയിരിക്കും. ഞങ്ങളെപ്പോലെയല്ല, ആൾ എല്ലാം ഒരു മുൻകരുതലെടുക്കും. അപ്പോൾ നമ്മളെ കടയിലുള്ള പെൺകുട്ടിയാണ് കേട്ടോ. നല്ലൊരു ഭയങ്കര ഒരു സ്വഭാവം കേട്ടോ. ഞങ്ങൾ ഫോണൊക്കെ അവിടെ ചാർജിലിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ തിരിച്ച് ട്രെയിനിലേക്ക് പോകാൻ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അവിടെ നല്ല മഴയുണ്ട്. അപ്പോൾ 3 പേർക്കും കൂടി ഒരു കുടയിൽ നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ മുന്നിൽ. അപ്പോൾ അങ്ങനെ ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ സമയം ഞങ്ങൾ അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ് ചെയ്യുക കേട്ടോ.